കാർഷിക വാർത്തകൾ. പകൽ ചൂട് താങ്ങാനാകാതെ ഏലച്ചെടികൾ. ജലസേചന സൗകര്യമൊരുക്കി പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കം സജീവം. രാജ്യാന്തര വിപണിയിൽ റബ്ബർ വില കുറഞ്ഞു. റബ്ബറിനും കാലാവസ്ഥ വില്ലനാകുന്നു. ഉൽപാദന മേഖലയിൽ ഇന്ന് 2 ലേലങ്ങളിലായി 1,00,000 കിലോയ്ക്ക് മുകളിൽ ഏലക്ക വിൽപ്പനയ്ക്കെത്തി. നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ 56,854 കിലോ ഏലക്കയുടെ കൈമാറ്റം നടന്നു. മികച്ച ഇനങ്ങൾ കിലോ 3,335 രൂപയിലും ശരാശരി ഇനങ്ങൾ 3,104 രൂപയിലുമാണ്. വിളവെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനാൽ പരമാവധി ചരക്ക് സംഭരിക്കാൻ ഇടപാടുകാർ പിന്നിട്ട ഏതാനും ആഴ്ചകളായി മത്സരിക്കുന്നുണ്ട്. അന്തരീക്ഷ താപനില ഉയരുന്നതിനാൽ പല തോട്ടങ്ങളിലും ചെടികൾക്ക് തളർച്ച സംഭവിച്ചതായി കർഷകർ പറയുന്നു. ജലസേചന സൗകര്യമൊരുക്കി പ്രതിസന്ധിയിൽ നിന്നും ഏലച്ചെടികൾക്ക് പുതുജീവൻ പകരാൻ വൻകിടക്കാർ ശ്രമം നടത്തുന്നുണ്ട്. ആഭ്യന്തര വാങ്ങലുകാർക്ക് പുറമെ കയറ്റുമതിക്കാരും ഏലക്കയിൽ താൽപര്യം കാണിച്ചു. രാജ്യാന്തര മാർക്കറ്റിൽ റബ്ബർ വില കുറഞ്ഞു. ഈ വാരം മികച്ച പ്രകടനം നടത്തിയ ശേഷമാണ് ബാങ്കോക്കിൽ 3ാം ഗ്രേഡ് ഷീറ്റ് വില ക്വിന്റലിന് 285 രൂപ കുറഞ്ഞ് 21,638 രൂപയായത്. ടയർ കമ്പികൾ കൊച്ചി, കോട്ടയം, മലബാർ മേഖലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഡിമാൻഡിനനുസൃതമായി അവർക്ക് പല അവസരങ്ങളിലും ഷീറ്റും ലാറ്റക്സും ശേഖരിക്കാനായില്ല. 4ാം ഗ്രേഡ് ഷീറ്റ് കിലോ 191 രൂപയിലും ലാറ്റക്സ് 130 രൂപയിലുമാണ്. പകൽച്ചൂട് കനത്തതോടെ മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് പല ഭാഗങ്ങളിലും കുറഞ്ഞു. കാലാവസ്ഥ ഈ വിധം തുടർന്നാൽ മാസാന്ത്യത്തോടെ ടാപ്പിംഗിൽ നിന്നും പിന്തിരിയാൻ കർഷകർ നിർബന്ധിതരായേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുരുമുളകിന് വില ഉയർത്തി ആഗോള വിപണി. കരുതൽ ശേഖരത്തിലെ ഇടിവ് മുൻനിർത്തിയാണ് വില വർദ്ധിപ്പിച്ചത്. രാജ്യാന്തര മാർക്കറ്റിൽ മലേഷ്യൻ കയറ്റുമതിക്കാർ കുരുമുളക് വില ഉയർത്തി. കർഷകരിൽ കുരുമുളകിന്റെ കരുതൽ ശേഖരം കുറയുന്നത് മുൻനിർത്തിയാണ് കുരുമുളകിന് ഉയർന്ന വില ആവശ്യപ്പെടുന്നത്. ഇന്തോനേഷ്യയും ബ്രസീലും വിയറ്റ്നാമും വിൽപ്പനക്കാരായി രംഗത്തുണ്ട്. മലേഷ്യൻ കുരുമുളക് വില ടണ്ണിന് $9,000 ഉയർത്തി. ഉത്തരേന്ത്യൻ വാങ്ങലുകാർ കേരളത്തിലും കർണാടകത്തിലും സജീവമെങ്കിലും പിന്നിട്ട ഏതാനും ദിവസങ്ങളായി നിരക്ക് താഴ്ത്തിയാണ് ചരക്ക് വാങ്ങുന്നത്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കിലോ 640 രൂപയാണ്. സംസ്ഥാനത്ത് കുരുമുളക് ഉൽപാദനത്തിൽ 40% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയുമാണ് ഉൽപാദനം കുറയാനുള്ള കാരണം. കുരുമുളക് കൃഷിയുടെ പ്രധാന ഉൽപാദന കേന്ദ്രമായ ഹൈറേഞ്ചുകളിൽ വിളവെടുപ്പ് ആരംഭിച്ചു. ഫെബ്രുവരി മാർച്ചോടെ വിളവെടുപ്പ് പൂർത്തിയാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാപ്പി ഉൽപാദനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കയറ്റുമതിക്കാർ. ഉൽപാദനം 3.8 ലക്ഷം ടണ്ണിലെത്തുമെന്നാണ് കണക്കാക്കുന്നത്. രാജ്യത്ത് അറബിക്ക, റോബസ്റ്റ ഇനങ്ങളുടെ വിളവെടുപ്പ് പുരോഗമിക്കുന്നു. 80,000 ടൺ അറബിക്കയും 3 ലക്ഷം ടൺ റോബസ്റ്റയും ഉൾപ്പെടെ ഏകദേശം 3.8 ലക്ഷം ടൺ കാപ്പിയാണ് ഈ വർഷം വിളവെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് കോഫി എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രമേശ് രാജ പറഞ്ഞു. റോബസ്റ്റ വിള മെച്ചമാണെന്ന് കരുതുന്നുവെന്നും അതേസമയം അറബിക്ക ഭാഗികമായി കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യമായ ജലസേചനം നടന്ന തോട്ടങ്ങളിൽ റോബസ്റ്റ നല്ല വിളവ് നൽകിയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. സർക്കാരിന്റെ എസ്റ്റിമേറ്റുകളെക്കാൾ കൂടുതലാണ് കയറ്റുമതിക്കാരുടെ പ്രവചനങ്ങൾ. 2024-25 കാപ്പി ഉൽപാദനം 3.63 ലക്ഷം ടണ്ണാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ഈ വർഷവും കർഷകരെ പ്രതികൂലമായി ബാധിച്ചതായി പ്ലാന്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. കാപ്പി വരവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കർഷകർ വിൽക്കാൻ മടിക്കുന്നതിനാൽ വിൽപ്പന സജീവമല്ലെന്നാണ് കയറ്റുമതിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ സുസ്ഥിര പ്രകൃതിദത്ത റബ്ബർ സംരംഭത്തിന് തുടക്കമിട്ട് റബ്ബർ ബോർഡ്. ഇന്ത്യൻ പ്രകൃതിദത്ത റബ്ബറിന്റെ ആഗോള മൂല്യം ഉയർത്തുന്നതിനും സുസ്ഥിര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി. ഇന്ത്യൻ റബ്ബർ വ്യവസായത്തിന് യൂറോപ്യൻ യൂണിയൻ വനനശീകരണ നിയന്ത്രണം പാലിക്കാൻ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ സംരംഭം. 1947 റബ്ബർ ആക്ടിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെയും റബ്ബർ കർഷക സമ്മേളനത്തിന്റെയും സമാപന ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന സഹമന്ത്രി ജോർജ് കുര്യനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ISNR നൽകുന്ന ട്രോസബിലിറ്റി സർട്ടിഫിക്കറ്റ് റബ്ബർ ഉൽപ്പന്നങ്ങളുടെ ഉത്ഭവം പരിശോധിച്ചുറപ്പിക്കുകയും യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും സ്ഥിരീകരിക്കും. പ്രകൃതിദത്ത റബ്ബർ കൃഷിക്കുള്ള സബ്സിഡി ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാൻ പദ്ധതിയുണ്ട്. മേഖലയുടെ സമഗ്ര വികസനത്തിനായി കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ പങ്കാളികളുമായും സർക്കാർ ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി ലേലകേന്ദ്രങ്ങളിലേക്കുള്ള തേയില വരവ് ചുരുങ്ങി. ശൈത്യകാലം കടുത്തതോടെ ഉൽപാദനം കുറഞ്ഞതാണ് കാരണം. കൊച്ചി ലേലകേന്ദ്രങ്ങളിൽ വിളകളുടെ വരവിനെ ശൈത്യകാലം ബാധിച്ചു തുടങ്ങിയതോടെ ഇലകളുടെയും പൊടികളുടെയും വരവിൽ കുറവുണ്ടായി.
ഫെബ്രുവരി മാർച്ച് മാസത്തോടെ വേനൽമഴ ലഭിക്കുന്നതുവരെ നിലവിലെ സ്ഥിതി തുടരുമെന്നാണ് ഹൈറേഞ്ചുകളിലെ തേയിലത്തോട്ടങ്ങളിൽ നിന്നുള്ള വിവരം. വിവിധ കാരണങ്ങൾ മൂലം 2024-25 തേയില മേഖലയിൽ ഉൽപാദനം ഇതിനകം 15 മുതൽ 20% വരെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു കഴിഞ്ഞ നിലവിലെ സീസണിൽ പുനരുജ്ജീവനം പ്രതീക്ഷിക്കുന്നുണ്ട്. കടുത്ത ശൈത്യം മൂലം ഉത്തരേന്ത്യൻ തേയില ഉൽപാദന കേന്ദ്രങ്ങളെല്ലാം താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യൻ തേയിലയ്ക്ക് ഡിമാൻഡ് ഉയരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ്, CIS രാജ്യങ്ങളിൽ നിന്നുള്ള ഓർഡറുകളിൽ കാര്യമായ മുന്നേറ്റമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 192, RSS 5 188, ലാറ്റക്സ് 140, ജാതിക്ക 380, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 240, കൊക്കോ പരിപ്പ് 750, കുരുമുളക് ഗാർബിൾ 66,600, കുരുമുളക് അൺഗാർബിൾ 66,400, ഏലക്ക 3000 മുതൽ 3100 വരെ, വെളിച്ചെണ്ണ 22,600, കൊപ്ര 17,400, ചുക്ക് 32,500.